രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ റോൾ സിസ്റ്റമാണ് കഴിഞ്ഞ തവണ നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ റോൾ സിസ്റ്റത്തിനകത്ത് ഇത്രയും പ്ലഗിൻസ് ഇതെല്ലാം നമുക്ക് റോൾസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തപ്പോൾ കുറെ ഓപ്ഷൻസ് വന്നു. റൈറ്റ് നൗ ഇതിനകത്ത് ഒരു ഓപ്ഷൻസും ഇല്ല. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ആപ്പ് സ്റ്റോറിലാണ് നമ്മൾ പോകേണ്ടത്. അഡ്മിന് മാത്രമാണ് ആപ്പ് സ്റ്റോറിന്റെ ആക്സസ് ഉള്ളൂ. എംപ്ലോയീസിന് ആക്സസ് ഉണ്ടാവാനായിട്ടുള്ള വഴിയില്ല. അഡ്മിൻ ആക്സസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എംപ്ലോയിക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ സെനാരിയിലെ അഡ്മിൻ ആണ് ഓൾ കമ്പനിയിലെ എല്ലാ ആപ്ലിക്കേഷനും മാനേജ് ചെയ്യുന്നത്. ലൈക്ക് എക്സാക്ട്ലി അഡ്മിനിസ്ട്രേറ്റർ പെർമിഷൻ പോലെ തന്നെയാണ്. So ഇതിനകത്ത് നമുക്ക് നമ്മുടെ ആപ്പ് മാനേജ്മെന്റിൽ ചെന്ന് കഴിയുമ്പോൾ കുറെ ആപ്ലിക്കേഷൻസ്, അതായത് പ്രൊജക്ട് മാനേജ്മെന്റ് സിസ്റ്റവും കൺസ്ട്രക്ടർ ഏത് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂൾസ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, HRMS, ഹയറിംഗ് റിസോഴ്സ് മാനേജ്മെന്റ്, ഇൻവോയ്സ് മാനേജ്മെന്റ്, മീഡിയാസ്, മെയിൽ മാനേജ്മെന്റ്, വെബ് കിറ്റുകള്, ഓസ് ഓസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ക്രിയേറ്റേഴ്സ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൗസിംഗ് കസ്റ്റമൈസ്ഡ് പ്ലഗിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഇന്റർഫേസിൽ നമുക്ക് എല്ലാം ചെയ്യാവുന്ന രീതിയിലേക്ക് ക്രിയേറ്റേഴ്സ് നമുക്ക് എല്ലാ ഓപ്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഇന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കസ്റ്റമർ CRM എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെനു ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിത് എക്സ്പാൻഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ CRMനകത്ത് അഡ്മിൻ ഏരിയയിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നോട്ട്സ്, കോണ്ടാക്ട്സ്, ഇമെയിൽ, കോൾസ്, ലീഡ്സ്, ഡീൽസ്, ടാസ്ക്, പൈപ്പ് ലൈൻ, സ്ക്രം ആൻഡ് റിപ്പോർട്ട്സ്, പിന്നെ സെറ്റിംഗ്സ്. ഇത് എംപ്ലോയി സെക്ഷൻ ആണ്. ഈ എംപ്ലോയി സെക്ഷൻ നമ്മൾ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഈ CRMന്റെ ആക്സസിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന സെക്ഷനാണ്. അപ്പൊ ഈ സെക്ഷനിൽ കോണ്ടാക്ട്സ്, ലീഡ്സ് ഇതെല്ലാം മൈ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം ആ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ എംപ്ലോയിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതാണ് നമ്മൾ നമ്മുടെ റോൾ സിസ്റ്റത്തിനകത്ത് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ സെറ്റിംഗ്സ് എടുത്തു, റോൾസിൽ പോയി. ഇപ്പൊ റോൾസിൽ പോയി കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ഓപ്ഷനില്ലേ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു ഗ്രൂപ്പിനെ എടുത്തു. ഗ്രൂപ്പിനെ എടുത്തിട്ട് ലോഡ് എംപ്ലോയി പെർമിഷൻ കൊടുത്തപ്പോൾ CRM ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നു. ഇതിനകത്ത് നമുക്ക് ഒരു എംപ്ലോയിക്ക് ഇപ്പൊ ഗ്രൂട്ടാണ് ഇതിന്റെ എംപ്ലോയി. ഓക്കെ, ഇത് ഗ്രൂട്ടാണ് എംപ്ലോയി. ഈ ഗ്രൂട്ടിന് വേണ്ട ടാസ്ക്, എഡിറ്റ് വേണോ, വ്യൂ വേണോ, അങ്ങനെ ഏത് പേജാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് ഗ്രൂട്ടിന് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു സിസ്റ്റം. ഓക്കെ, നമുക്ക് ബാക്ക് ടു CRMന്റെ കോണ്ടാക്ട് പേജിലേക്ക് പോവാം. കോണ്ടാക്ട് പേജിനകത്ത് ഇപ്പൊ ഇവിടെ ടോട്ടൽ 16 കോണ്ടാക്ട്, ഇത് ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് 16 കോണ്ടാക്ട് ഇവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആഡ് ന്യൂ കോണ്ടാക്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഓരോ കോണ്ടാക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടേതായിട്ടുള്ള ആ കോണ്ടാക്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, കമ്പനി ഇൻഫോർമേഷൻസ്, കോണ്ടാക്ട് ഇൻഫോർമേഷൻ, ഇമെയിൽ, ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള എല്ലാ അഡ്രസ്സിന്റെ കാര്യങ്ങൾ, നോട്ട്സ്, ഇങ്ങനെയാണ് ഓൾറെഡി ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, ക്രിയേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ അതെല്ലാം എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഒബ്വിയസ്ലി ഈ കോണ്ടാക്ട് ഇതുപോലെ ഒരു കോണ്ടാക്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു കോണ്ടാക്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കോണ്ടാക്ട് ആഡ് ചെയ്തിരിക്കുന്നത് ആരാണ്, ഏത് യൂസറാണ്. ഇൻഫാക്ട് ഏതെങ്കിലും യൂസർ ആണെങ്കിൽ അത് ഏത് യൂസർ ആണെന്നുള്ളതും ഇതിനുള്ള ആക്ഷൻസ് എന്തൊക്കെയാണ് ഇതിന്റെ ആക്ഷൻസ് എന്നുള്ളതും നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്യുവാണെങ്കിൽ എഡിറ്റ് ഓപ്ഷനിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, നിലവിലുള്ള കോണ്ടാക്ടിനെ എഡിറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും. ഇത് കൂടാതെ ഇതൊരു കൺവേർട്ട് ലീഡ് ആവുകയാണ്. ഈ കോണ്ടാക്ട് നമുക്ക് നാളെ എന്തെങ്കിലും ഒരു ബിസിനസ് എൻക്വയറി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ലീഡ് ആവും. അപ്പൊ നമ്മൾ ഇവിടെ കൺവേർട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലീഡായിട്ട് കൺവേർട്ട് ആയി. കോണ്ടാക്ട് ഹാസ് സക്സസ്ഫുള്ളി കൺവേർട്ടഡ് ആസ് എ ലീഡ് എന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ വൺസ് നമ്മളിപ്പോ ഇത് ലീഡായിട്ട് കൺവേർട്ട് ചെയ്തു, നമ്മൾ ക്ലിക്ക് ചെയ്ത് ലീഡായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ അത് കിടക്കുന്നതെല്ലാം ലീഡ്സിലായിരിക്കും കിടക്കുന്നത്, അല്ലെ? അത് നമുക്കൊരു ലീഡാണ്. ഇനി നാളെ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാനും അവരെ കണക്ട് ചെയ്യാനും ഒക്കെ പറ്റണം. അപ്പൊ അങ്ങനെ അവരെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുമ്പോൾ ഈ കിടക്കുന്ന അത് ലീഡായിട്ട് വന്ന് കിടക്കുവാണ്. ഇപ്പൊ ഈ ലീഡിന്റെ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ലീഡ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാനും നമുക്ക് സൂക്ഷിക്കാനും ആയിട്ടുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ലീഡ്, എങ്ങനെയാണ് ഈ ലീഡ് ഏതൊക്കെ എംപ്ലോയിക്കാണ് കൊടുക്കേണ്ടത്, അത് എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷനാണ്. ഈ ലീഡിന് എന്തെങ്കിലും നോട്ട് ഉണ്ടോ, എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ അതിനകത്ത് പറയണോ, ഇതെല്ലാം നമുക്ക് ഇതിനകത്താണ് പറയുന്നത്. പക്ഷെ ഇത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലീഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ ടാഗ്സ് ആണ്
ടാഗ് എന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മുമ്പ് നടന്ന ഇന്ററാക്ഷന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെയാണ് ഇതിനകത്ത് ടാഗ്സിനകത്ത് വരുന്നത്. ഇവിടെ നമുക്ക് ടാഗ്സ് ഫിൽട്ടർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും എന്താണ് പോസിറ്റീവ് ഔട്ട്കം ആണോ നെഗറ്റീവ് ഔട്ട്കം ആണോ ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് ഓൾറെഡി നമുക്ക് ഇന്ററാക്ഷൻസ് എല്ലാം ഫിൽട്ടർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു കോള് വന്നു, അതായത് ഒരു ഇന്ററാക്ഷൻ ടൈപ്പ്, ഞാനിപ്പോ ഒരു ഇന്ററാക്ഷൻ ടൈപ്പ് നമ്മൾ നമ്മുടെ ആ ക്ലയന്റിനെ വിളിച്ചായിരുന്നു. ക്ലയന്റിനെ വിളിച്ചിട്ട് നമ്മൾ ചോദിച്ചു ഫോളോ അപ്പ് ആണ്, ഫോളോ അപ്പ്. അപ്പൊ ഫോളോ അപ്പ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അവര് പറഞ്ഞു അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ മീറ്റിംഗ് നമ്മൾ അത് ഇത് അവർ പറഞ്ഞു. പക്ഷെ നമുക്ക് ആ ഔട്ട്കമ്മിന് ഒരു പ്രതീക്ഷയൊന്നും ഇല്ല ചിലപ്പോൾ. അപ്പൊ നമുക്ക് ന്യൂട്രൽ ആണ്, നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് നമുക്ക് കൊടുക്കാം. അപ്പൊ ഇതാണ് ഇങ്ങനെ നമ്മൾ ഇന്ററാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ ഇതാണ് ആ ഒരു ലീഡിൽ നമുക്ക് സംഭവിച്ചതെന്ന് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കൊരു കസ്റ്റമർ അസോസിയേറ്റ്സോ നമ്മൾ വേറെ എംപ്ലോയീസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഫോളോ ചെയ്ത് നമുക്കുള്ള ലീഡ്സ് നമുക്ക് അവർ ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ഈസി ആയിട്ട് മാനേജബിൾ ആണ്. CRMന്റെ ഒരു നല്ലൊരു ഫംഗ്ഷനാലിറ്റിയാണ് ലീഡ് ആൻഡ് ടാഗിങ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാലിറ്റി. നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഇതെല്ലാം ഫിൽട്ടർ ചെയ്യാനും അത് കൂടാതെ തന്നെ അതിനെക്കുറിച്ച് ഒരു ഓവറോൾ എങ്ങനെയാണ് ലീഡ് മാറിയിരിക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് തന്നെ കോൾസിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓരോ ആൾക്കാർ കോൾ വിളിക്കുന്നത് അല്ല, ഇപ്പൊ എന്താണ് ആ കോളിനകത്ത് നടന്നിരിക്കുന്നത്, എങ്ങനെയാണ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് ഡിസ്കഷന്റെ കാര്യങ്ങൾ എന്നുള്ളതെല്ലാം ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ന്യൂ കോൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്കുള്ള കോണ്ടാക്ട്സുകൾ എല്ലാം ഇതിനകത്ത് സെലക്ട് ആയിട്ടുണ്ട്. ആ കോണ്ടാക്ട്സിനകത്ത് നിന്ന് നമുക്ക് കോളിന്റെ മെയിൻ ആയിട്ടുള്ള ന്യൂ കോളിന്റെ റീസൺ എന്താണ്, നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ മേ ബി ആ പ്രൊഡക്റ്റിനുള്ള കംപ്ലൈൻസ് ആയിരിക്കാം, അതല്ലേ കൺസൾട്ടേഷന്റെ കാര്യങ്ങളായിരിക്കാം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്താണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. കോൾ ടൈപ്പിനകത്ത് നമുക്ക് ഇൻകമിംഗ് ആണോ ഔട്ട് ഗോയിങ് ആണോ കോൾസ് എല്ലാം നമ്മൾ ഇതാണ് ഒരു റിയൽ ടാഗിങ് സിസ്റ്റം. നമുക്ക് നമ്മുടെ കസ്റ്റമറിനെ അവരുടെ കോളിനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് ഫ്ലോ ആണ് ക്രിയേറ്റേഴ്സ് ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് കോണ്ടാക്ട് ഡേറ്റ് ഓൾവേസ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും മിസ് ആവില്ല. നെക്സ്റ്റ് നമുക്ക് അവരെ വിളിക്കേണ്ട ആ ഒരു ഡേറ്റ് നമുക്ക് ഒരിക്കലും മിസ് ആവത്തില്ല. അതുപോലെ തന്നെ ആ കോളിൽ എന്തൊക്കെയാണ് നോട്ട്സ് സംഭവിച്ചിരിക്കുന്നത്, എന്താണ് ആ കോളിൽ നടന്നിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് കോളിനകത്ത് കസ്റ്റമർ വെൽ സാറ്റിസ്ഫൈഡ് അത് അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോ അല്ലെ കസ്റ്റമർ സക്സസ്ഫുൾ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ഡൺ ഹാപ്പി കസ്റ്റമർ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ററാക്ഷൻ ഡൺ ഹാപ്പി കസ്റ്റമർ. അപ്പോ നമുക്ക് അതേ രീതിയിൽ നമുക്ക് ഓരോന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഡൺ. ഞാനിത് ഇപ്പോ ലോഗ് സേവ്ഡ് ആയി. നമ്മൾ ഏത് കസ്റ്റമറിനായിരുന്നു വിട്ടത്? ഓക്കെ, യെസ് ഫസ്റ്റ് കസ്റ്റമർ ഇവിടെ നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് കോൾ നോട്ട്സ്. അപ്പൊ ഇതേപോലെ നമുക്ക് ഓരോന്നിനകത്ത് കോൾ നോട്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ കസ്റ്റമറുടെ റിപ്പോർട്ട്സും സർവേ എടുക്കാൻ പറ്റും. ഈ മെയിൻ ആയിട്ടുള്ള ഡാഷ്ബോർഡിനകത്ത് ഇതിപ്പോ എന്തൊക്കെയാണ് ക്രിയേറ്റീവ്സിന്റെ ഒഫീഷ്യൽ റിലീസ് എന്നുള്ളതും ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. ഞാനിതിപ്പം ഇത് ക്ലോസ് ചെയ്യുവാണ്. ദെൻ അപ്പൊ നമുക്ക് കോൾ മാനേജ്മെന്റ് CRMന്റെ ഒരു ഫീച്ചറാണ്. ഈ കോൾ മാനേജ്മെന്റ് എല്ലാം ഇതേപോലെ തന്നെ എംപ്ലോയി സ്പെസിഫിക് ആയിട്ടുള്ള കോൾ മാനേജ്മെന്റ് ഉണ്ട്. ഓരോ എംപ്ലോയീസ് വിളിക്കുന്ന കോൾ എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളതെല്ലാം അഡ്മിന് മനസ്സിലാക്കാനായിട്ട് ഉള്ള ഒരു അഡ്മിന്റെ ഏരിയ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. സെയിം ടൈപ്പ് എംപ്ലോയിയുടെ കോൾ മാനേജ്മെന്റ് രീതിയിലും ദിസ് ഈസ് എംപ്ലോയി പോർട്ടൽ റൈറ്റ്. അപ്പൊ നമ്മുടെ ലീഡ്സിന്റെ ഏരിയ നമ്മുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയപ്പോ നമ്മള് ലീഡ്സിനകത്ത് ആഡ് ന്യൂ ആഡ് ലീഡ് ഫ്രം കോണ്ടാക്ട് ഇങ്ങനെ രണ്ടുമൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സെർച്ച് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലീഡ് മാനേജ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് CRMന്റെ ഫർദർ ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ്, CRMന്റെ ഡീൽസ് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ഡീൽസ് വരുന്നത്.
ഡീൽസിനകത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് ഒരു ഡീല് നടക്കാൻ പോകുന്നത്, ആ ഡീലിനെ ഇതിപ്പോ നമ്മളൊരു കൺവേർട്ട് ചെയ്ത ഡീലിന്റെ ഏരിയ ആണ്. ആ ഡീലിൽ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്, എങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്, അതിനൊരു പൈപ്പ് ലൈൻ ഉണ്ട്. പൈപ്പ് ലൈൻ മീൻസ് ഇപ്പോ CRMന്റെ ടോട്ടൽ ആയിട്ടുള്ള പൈപ്പ് ലൈനാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഒരു ഒരു കൺവേർട്ട് ഒരു ഒരു ലീഡ് കൺവേർട്ട് ആകുമ്പോൾ ഓരോന്നും ഓരോ പൈപ്പ് ലൈൻ ആയിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ന്യൂ പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് ലൈന് ഓരോ സ്റ്റേജുകൾ ഉണ്ടാവും. ഞാൻ ആ സ്റ്റേജുകളെ കുറിച്ചും പൈപ്പ് ലൈനെ കുറിച്ചും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പൈപ്പ് ലൈൻസ് എല്ലാം വന്നു വരുന്നത് ഒരു സ്ക്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോയിലായിരിക്കും. ഈ സ്ക്രം ആണ് ആക്ച്വലി ഓരോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ പൈപ്പ് ലൈനും. ഇപ്പോ എന്റർപ്രൈസ് ടെക്നോളജി പാർട്ണർഷിപ്പ് അത് വരുന്ന ഒരു ഡിഫറെന്റ് സ്ക്രം ആയിരിക്കും. അപ്പൊ ഓരോ സ്ക്രമ്മിലേക്കും നമുക്ക് ഓരോ ലീഡിനെയോ ഡീലിനെയോ നമുക്ക് ആഡ് ചെയ്തിട്ട്, ഇപ്പോ നമ്മൾ ആഡ് ചെയ്ത വാനിറ്റി ഫെയറിന്റെ ഒരു ഒരു ലീഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് പോപ്പുലേറ്റ് ചെയ്ത് നമ്മളത് ആഡ് ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ ആ ഒരു പൈപ്പ് ലൈനിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. ഇനി അവിടെ നിന്ന് ഈസി ആയിട്ട് നമുക്ക് അതിന്റെ സ്റ്റേജ് അനുസരിച്ച് ഞാനിത് എങ്ങനെയാണ് ഒരു എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിൽ ഇത് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെമോ ഞാൻ വേഗം തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഞാൻ തരാം. അതിന്റെ ട്യൂട്ടോറിയൽസും അതിന്റെ കാര്യങ്ങളും എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ബട്ട് ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഒരു സ്ക്രം യൂസ് ചെയ്യാനും CRM വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് കസ്റ്റമേഴ്സിനെ പ്ലാൻ ചെയ്യുന്നതെന്ന്, പിന്നെ CRMൽ തന്നെ അതിന്റെ റിപ്പോർട്ട്സ് എന്തൊക്കെയാണ്, CRMൽ നിലവിൽ നിൽക്കുന്ന ടോട്ടൽ റിപ്പോർട്ട്സ്, ടോട്ടൽ ഇമെയിൽസ്, ടോട്ടൽ കോൾസ്, ടോട്ടൽ നോട്ട്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പൊ എവരി ഇത് കണ്ടോ, നമ്മളിപ്പോ റിസന്റ് ആക്ടിവിറ്റീസ് എന്താണ്, ഇതെല്ലാം ഇതിനകത്ത് മോണിറ്റർ ചെയ്യുന്നുണ്ട് നമ്മുടെ CRMനകത്ത്. പിന്നെ ഇത് വന്നിട്ട് ഞാനിപ്പോ നോട്ട്സിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, നോട്ട്സിന്റെ ഏരിയയിൽ ഇതേപോലെ തന്നെ നമുക്ക് വേഗം ഒരു ക്വിക്ക് നോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ആ നോട്ടിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ആ നോട്ട് ഷെയർ ചെയ്യാം, കൊളാബ് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. നമുക്കത് ഈവൻ ചാറ്റിലാണെങ്കിലും നമുക്കത് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇനി അടുത്ത് എംപ്ലോയി ഏരിയ ആണ്. അത് എംപ്ലോയി യൂസർ അക്കൗണ്ടിൽ നിന്ന് ഞാനത് കാണിച്ചു തരാം. അപ്പോ എന്റെ അടുത്ത ട്യൂട്ടോറിയല് യൂസർ എങ്ങനെയാണ്, യൂസർ ക്രിയേഷൻ, അതേപോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ CRMന്റെ തന്നെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഒരു ജനറൽ ഓവർവ്യൂ, സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂയിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ട്യൂട്ടോറിയല് ഞാനിവിടെ HRMSഉം PMSഉം ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് HRMS എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുക, നമ്മൾ HRMS പ്ലഗിനിൽ നമ്മൾ HRMS ഇൻസ്റ്റാൾ ചെയ്യുന്നു, എന്നിട്ട് HRMSന്റെ ഫെസിലിറ്റി എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് പ്രൊജക്ട് മാനേജ്മെന്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന HRMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എംപ്ലോയീസിനെ എങ്ങനെ, ഹയറിംഗ് റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെ എംപ്ലോയീസിനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും. അതിനെ എങ്ങനെ നമുക്ക് CRMുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, എങ്ങനെ പ്രൊജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, താങ്ക് യു.